ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സംസ്ഥാന DGP കസേരയിലേക്ക് കാലുനീട്ടിയിരിക്കുന്ന ADGP MR അജിത് കുമാറിനെതിരെ വ്യാജമൊഴി നൽകിയതിന് കേസെടുക്കാമെന്നാണ് DGP നൽകിയ റിപ്പോർട്ട്. അതിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു മാസം മുൻപ് നൽകിയ റിപ്പോർട്ടാണ്. തന്റെ അതേ റാങ്കിലെ ADGP P. വിജയന് സ്വർണ്ണക്കടത്തുകാരുമായി ബന്ധമുണ്ടെന്ന കള്ളമൊഴി നൽകി എന്നാണ് റിപ്പോർട്ട്. ആഭ്യന്തര വകുപ്പിന്റെ കോർട്ടിലേക്ക് പന്തെത്തിയിട്ട് ഒരു മാസമായിരിക്കുന്നു. MR അജിത് കുമാറിനെതിരെ ഇതിനകം എത്ര ആരോപണങ്ങൾ വന്നു? എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ മാധ്യമങ്ങൾക്കെതിരായ നടപടി, അനധികൃത സ്വത്ത് സമ്പാദനം, എല്ലാത്തിനുമപ്പുറം തൃശൂർ പൂരം അട്ടിമറി. ഇതിൽ സ്വത്ത് സമ്പാദനത്തിൽ ക്ലീൻ ചിറ്റ് നൽകിക്കഴിഞ്ഞു. പൂരം അട്ടിമറിയിൽ ആദ്യ റിപ്പോർട്ട് പോരാഞ്ഞ് ത്രിതല അന്വേഷണം നടത്തി. പക്ഷേ ജനം അറിഞ്ഞിട്ടില്ല എന്താണ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന്. ഗൂഢാലോചന ആരോപിച്ച CPI നേതാക്കളും ഇപ്പോൾ മിണ്ടാട്ടമില്ല. ഇതിനിടയ്ക്കാണ് സേനയെ നാണം കെടുത്തുന്ന വ്യാജമൊഴിയെന്ന ആരോപണം. കരിപ്പൂർ സ്വർണ്ണക്കടത്തിൽ PV അൻവർ നൽകിയ പരാതിയിലാണ് അജിത് കുമാറിന്റെ കള്ളമൊഴി. RSS നേതാക്കളുമായുള്ള അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയിൽ നാളിതുവരെ മിണ്ടാത്ത മുഖ്യമന്ത്രി DGP റിപ്പോർട്ടിൽ കേസെടുക്കാൻ തീരുമാനമെടുക്കും. മുൻ MLA-യും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ PV അൻവർ, ഇടത് നിരീക്ഷകൻ M. ജയചന്ദ്രൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ജോർജ് പൊടിപാറ, A. സജീവൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. ആദ്യം ഞാൻ ശ്രീ ജോർജ് പൊടിപാറയിലേക്ക് പോകുന്നു. ശ്രീ ജോർജ് പൊടിപാറ, ഇന്ന് വന്നിരിക്കുന്ന വാർത്ത എന്നുള്ളത് അജിത് കുമാറിനെതിരെ ഒരു റിപ്പോർട്ട് DGP നൽകിയിരിക്കുന്നു. കള്ളമൊഴി നൽകി എന്നതാണ് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഒരു മാസം മുൻപേ DGP നൽകിയാണെന്നാണ് അറിയുന്നത്. ഇപ്പോഴാണത് പുറത്തു വരുന്നത്. അപ്പോൾ കേസെടുക്കാം, സിവിൽ കേസോ ക്രിമിനൽ കേസോ എടുക്കാം എന്നുള്ള ഒരു അഭിപ്രായമാണ് DGP മുന്നോട്ട് വച്ചിരിക്കുന്നത്. സ്വാഭാവികമായും അതിൽ തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തരമന്ത്രി, മുഖ്യമന്ത്രിയാണ്. തീരുമാനം എടുക്കുമോ? കേസ് എടുക്കാമെന്നൊരു തീരുമാനം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സ്മൃതി, സ്വാഭാവികമായിട്ടും ഇതുവരെയുള്ള ഈ അജിത് കുമാറുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ കാര്യത്തിൽ ഇതുവരെയുള്ള നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പച്ചക്കൊടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് കരുതാൻ ന്യായമില്ല. അങ്ങനെ കരുതിയാൽ അത് ഒരു ഇത്തിരി അമിത പ്രതീക്ഷയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില നിയമവിദഗ്ധർ പറയുന്നത് അങ്ങനെ ഒരു കേസെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അനുവാദം വേണമെന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ DGPക്ക് തന്നെ അതിൽ കേസെടുക്കാൻ ഉത്തരവിടാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും, ഞാനൊരു നിയമവിദഗ്ധനല്ലാത്തതുകൊണ്ട് അത് സാധ്യമാകുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു മാസം മുമ്പ് കൊടുത്ത റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഇതുവരെയും ഒരു മാസത്തിന് ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഇതുവരെ എന്തെങ്കിലും നടപടിയുള്ളതായിട്ട് അറിയില്ല. ഏതായാലും MK അജിത് കുമാർ എന്ന് പറയുന്ന ADGPയുടെ പേരിൽ ഉടനടി ഒരു അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരു ഉത്തരവ് അല്ലെങ്കിൽ അനുമതി നൽകും എന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തിരി അമിത പ്രതീക്ഷയായി തീരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളെ അലട്ടുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരായിട്ടുള്ള ആളുകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട്, ആദ്യം സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന M. ശിവശങ്കരൻ, ഇപ്പോൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വൈസറായിട്ടുള്ള KM എബ്രഹാം, കിഫ്ബിയുടെ ചുമതലയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ, പ്രതിമാസം സർക്കാർ ഖജനാവിൽ നിന്ന് ഏതാണ്ട് 6 ലക്ഷത്തോളം രൂപ ശമ്പള ഇനത്തിലും പെൻഷൻ ഇനത്തിലും ഒക്കെ കൈപ്പറ്റുന്ന 10,000 കോടി രൂപയുടെ ഇടപാടുകൾ ഒരു വർഷം കൈകാര്യം ചെയ്യുന്ന ഏറ്റവും ഭരണതലത്തിൽ ഏറ്റവും മുഖ്യമന്ത്രിയുടെ അടക്കമുള്ള, ധനകാര്യമന്ത്രി അടക്കമുള്ള കേരളത്തിലെ ഭരണത്തിൻ്റെ ഏറ്റവും തലപ്പത്തിരുന്നുകൊണ്ട് ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം വരുന്നു. ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായ MK അജിത് കുമാർ ADGPക്കെതിരെ കേസെടുക്കാം എന്ന് DGP പറയുന്നു. ആ കേസാണ് ഏറ്റവും വലിയ പ്രശ്നം. അതായത് കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധനായ ഓഫീസറെന്ന്, അത് ഭരണകക്ഷിയൊന്നും പറയണ്ട, മാധ്യമപ്രവർത്തകർക്കും അതുപോലെ കേരളത്തിലെ പൊതുജനത്തിനും എല്ലാം കൃത്യമായി അറിയുന്നൊരു കാര്യമാണ്. കേരളത്തിലെ ആരോപണവിധേയരായ അല്ലെങ്കിൽ ഇത്തരം അവിശുദ്ധ ബന്ധങ്ങളും അവിശുദ്ധ താല്പര്യങ്ങളും അവിഹിതമായ ഇടപെടലുകളൊക്കെ നടത്തുന്ന പോലീസ് ഓഫീസർമാർക്കിടയിൽ സത്യസന്ധമായ, മാന്യമായ, സ്ട്രൈറ്റ് ഫോർവേഡായിട്ടുള്ളൊരു ഓഫീസർ എന്ന് പേര് കൽപ്പിച്ച, അല്ലെങ്കിൽ അങ്ങനെ പൊതുവെ പൊതുസമൂഹം അംഗീകരിക്കുന്ന ആ ഒരു ഉദ്യോഗസ്ഥൻ P. വിജയൻ എന്ന് പറയുന്ന ആ IPS ഓഫീസർക്കെതിരെ കള്ളസാക്ഷി കൊടുത്തു, കള്ളമൊഴി കൊടുത്തു എന്നുള്ളതാണ് ആരോപണം. ചില്ലറ ആരോപണമല്ല. അതായത് ADGP ചുമതലയുള്ള കേരള പോലീസിൽ സത്യം പറഞ്ഞാലൊന്ന് DGPയേക്കാൾ കൂടുതൽ അധികാരം വഹിക്കുന്ന ഉന്നത സ്ഥാനീയനായ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഈ ADGP എന്ന് പറയുന്ന അജിത് കുമാർ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഈ പറഞ്ഞ PV അൻവർ കൊടുത്തൊരു പരാതിയുടെ അന്വേഷണ ഘട്ടത്തിൽ
ഈ പറഞ്ഞ പി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ ഒത്താശ ചെയ്തു എന്ന് അദ്ദേഹത്തിന് അതിൽ കൈയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അതായത് അന്നത്തെ SP സുജിത് ദാസ് അങ്ങനെ പറഞ്ഞതായിട്ടാണ് അജിത് കുമാർ പറയുന്നത്. സുജിത് ദാസ് ആവട്ടെ അങ്ങനെ ഞാൻ മൊഴി നൽകിയിട്ടില്ല എന്ന് പിന്നീട് പറയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും തനിക്ക് ഇഷ്ടമല്ലാത്ത തൻ്റെ കീഴിലുള്ള ഒരു ഓഫീസർ ഒരു കാരണവശാലും രക്ഷപ്പെട്ടു വരരുത്, അദ്ദേഹം വലിയ സ്ഥാനങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല, അദ്ദേഹത്തിനെതിരെയുള്ള നടപടി പിൻവലിക്കപ്പെടരുത് എന്ന് മനഃപൂർവ്വം വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സർവീസ് ഡാമേജ് വരുത്തണമെന്ന് വിചാരിച്ചുകൊണ്ട് സർവശക്തനായ ഒരു DGP ഇത്തരത്തിലുള്ളൊരു കള്ളമൊഴി ഒരു സഹപ്രവർത്തകന് നേരെ, അതും തൻ്റെ താഴെയുള്ള ഒരു ഉദ്യോഗസ്ഥന് നേരെ, ഒരു ഓഫീസർക്ക് നേരെ, സത്യസന്ധനായ ഒരു ഓഫീസർക്ക് എതിരെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം മോശപ്പെട്ട ഒരു അധമ മനസ്സിന് ഉടമയാണ് ഈ ADGP എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ എത്രയോ ആരോപണങ്ങൾ വന്നു. അതായത് അമിതമായ സ്വത്ത് സമ്പാദനം, അല്ലെങ്കിൽ ക്രമക്കേടുകൾ, അതുപോലെ തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നു. പൂരം കലക്കൽ, ഇതിലിപ്പോൾ അദ്ദേഹത്തിനെതിരെ അമിത സ്വത്ത് സമ്പാദനത്തിൻ്റെ കേസിൽ ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞു, സ്മൃതി എന്ന് നേരത്തെ പറഞ്ഞു. തൃശ്ശൂർ പൂരം കേസിൽ അദ്ദേഹത്തിന് കലക്കലിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് ഒരു റിപ്പോർട്ട് വന്നു. പക്ഷേ ആ റിപ്പോർട്ട് അംഗീകരിക്കാതെ വേറൊരു 3 അംഗ സമിതിയെ നിയോഗിച്ചു. അവരുടെ റിപ്പോർട്ട് എന്തായി എന്ന് 3 മാസമായിട്ട് നമുക്ക് അറിഞ്ഞു. ജോർജ് പിടിപാറ കലക്കലിൽ പങ്കുണ്ട് എന്ന് DGP റിപ്പോർട്ട് നൽകിയാണ്. അജിത് കുമാറിന്റെ മൊഴിയടക്കം എടുത്ത ശേഷമാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോഴെന്താണ് ഒരു ത്രിതല അന്വേഷണം, ആ ത്രിതല അന്വേഷണം പൂർത്തിയായി എന്നും പറയുന്നു. നമുക്കാർക്കും അറിയില്ല അതിന്റെ റിസൾട്ട് എന്തായെന്ന്. അറിയില്ല. അതായത് ADGP അജിത് കുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. നമുക്കറിയാം ഈ ആരോപണങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ഇനി ഇദ്ദേഹത്തിനെതിരെ ഇപ്പോൾ DGP ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ശുപാർശ ചെയ്താലും ഒരു അന്വേഷണം വരും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കേരളത്തിൽ അത്യാവശ്യം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഇതുവരെയുള്ള അനുഭവങ്ങളെക്കുറിച്ച് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന, ഇതുവരെയുള്ള ഭരണം നിരീക്ഷിക്കുന്ന ആർക്കും അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടാവാൻ സാധ്യതയില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനുണ്ടായ കാരണം എന്താ? അതും ഇതുപോലൊരു കേസല്ലേ, എലത്തൂർ തീവപ്പ് കേസിലെ പ്രതിയെ മാധ്യമങ്ങൾക്ക് പ്രതിയെ സംബന്ധിച്ച കാര്യങ്ങൾ ചോർത്തിക്കൊടുത്തു എന്നുള്ള വളരെ ദുരുപദിഷ്ടമായ ഒരു ആരോപണത്തിൻ്റെ പേരിലാണ് ആ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അത് ചോർത്തിക്കൊടുത്തു എന്നുള്ള പേരിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണം നടത്തി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. പിന്നീട് ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹത്തിനെ തിരിച്ചെടുത്തു, ഇൻ്റലിജൻസ് മേധാവിയാക്കി. മാത്രമല്ല എത്ര നല്ലൊരു ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റിൽ ഇപ്പോൾ കേരളത്തിൽ വളരെയേറെ പ്രകീർത്തിക്കപ്പെടുന്ന ഈ ലഹരിയുടെയൊക്കെ അമിത വ്യാപനത്തിൽ കേരളം നടുങ്ങി നിൽക്കുന്നൊരു ഘട്ടത്തിൽ ഈ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് എന്ന് പറയുന്ന കേരളം വളരെയേറെ കൗതുകത്തോടെ, അല്ലെങ്കിൽ വളരെയേറെ താല്പര്യത്തോടെ വീക്ഷിക്കുന്ന ആ പുതിയ പരിപാടി, സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് സംവിധാനം, അതുപോലെ തന്നെ ശബരിമലയെ ശുദ്ധീകരിക്കുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി തുടങ്ങി ഒട്ടേറെ നോവലായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവന്ന നല്ല ഓഫീസർ, ഒരഴിമതിയും നടത്താത്ത സത്യസന്ധനായ, ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടി നേരിട്ട് ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് കഠിന പ്രയത്നം കൊണ്ട് ഏറ്റവും ഉന്നത തലത്തിലേക്ക് ഉയർന്ന് ഒരുപാട് മനുഷ്യർക്കൊരു മോട്ടിവേഷൻ ആകുന്ന, സ്വയം ഒരു റോൾ മോഡലായി മാറിയിട്ടുള്ള ഒരു ഓഫീസറാണ് ഈ പറയുന്ന വ്യക്തി. ആ വ്യക്തിക്കെതിരെയാണ് ഈ പറഞ്ഞ കള്ളസാക്ഷി കൊടുത്തിട്ട് ഈ അദ്ദേഹത്തിന്റെ കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് ആലോചിച്ച് റിപ്പോർട്ട് DGP തയ്യാറാക്കിയതെന്ന് കൂടി ഓർക്കണം. അതായത് ADGP MR അജിത് കുമാറിന്റെ അതേ റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ നൽകുന്ന പരാതിയാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥന് നീതി ലഭിക്കുമോ, ആ ഉദ്യോഗസ്ഥന്റെ പരാതി സർക്കാർ കേൾക്കുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. മാത്രമല്ല നമ്മളൊന്ന് ആലോചിക്കണം, ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടായിട്ടൊരു സസ്പെൻഷൻ പോലും ഇല്ല. അന്വേഷണത്തിൽ കുറേ കാര്യങ്ങൾ പുറത്തു വന്നു. അദ്ദേഹം കുറ്റക്കാരനാണെന്ന് DGPയുടെ തന്നെ റിപ്പോർട്ട് വന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആകപ്പാടെ ചെയ്തതെന്താ? തൊട്ടടുത്തുള്ള ഒരു ലാവണത്തിലേക്ക് മാറ്റി. മാത്രമല്ല ഏറ്റവും ഒടുവിൽ DGP ആകാൻ യോഗ്യനാണെന്ന് ഈ സർക്കാരിൻ്റെ തന്നെ DGP സെലക്ഷൻ കമ്മിറ്റി അദ്ദേഹത്തിന് അന്വേഷണം ഒരു തടസ്സമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനിടയിലാണ് പുതിയ ആരോപണം വരുന്നത്. അതാണ് സർക്കാർ ഇതിൽ മറ്റൊന്നും ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള തോന്നലാണ് പൊതുവെ സമൂഹത്തിനുള്ളത്, അല്ലെങ്കിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകരും അങ്ങനെയാണ് കരുതുന്നത്. ശ്രീ ജയേന്ദ്രൻ, താങ്കൾക്ക് ഇതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടോ? MR അജിത് കുമാറിനെതിരെ എത്ര പരാതികളായി വന്നിരിക്കുന്നു, അതിന്മേലുള്ള അന്വേഷണത്തിന്റെ സ്വഭാവം, അതിനുശേഷം എടുക്കുന്ന നടപടികളുടെ സ്വഭാവം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അജിത് കുമാറിനൊപ്പമാണ് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന തോന്നലുണ്ടാകുന്നു. ഈ RSS നേതാക്കളുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയിൽ തന്നെ എത്ര തവണ മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയോട് ആ ചോദ്യം ചോദിച്ചു. ആ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെയും അദ്ദേഹം അതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. RSSും
BJP ആണ് മുഖ്യ ശത്രുക്കൾ, അവർക്കെതിരെ ശക്തമായ നിലപാടെടുക്കണം, ദേശീയ തലത്തിൽ തന്നെ അക്കാര്യത്തിൽ ഒരു സഖ്യമുണ്ടാക്കണം എന്നൊക്കെയുള്ള ആലോചനകൾ പാർട്ടി കോൺഗ്രസിൽ നടന്ന പശ്ചാത്തലം കൂടിയാണല്ലോ. പക്ഷേ RSSുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്ന ADGPയെ സംരക്ഷിക്കുന്നത് മറ്റെന്തൊക്കെയോ കാരണങ്ങളാലാണ്, എന്തൊക്കെയോ തരത്തിലുള്ള മറ്റെന്തോ ഇടപാടുകളുണ്ട് എന്നൊക്കെ പൊതുസമൂഹം സംശയിച്ചാൽ അത് വെറുതെയാകുമോ? ഇവിടെ ഈ കേസിൽ സിവിൽ സർവീസിന്റെ തലപ്പത്ത് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കിടയിലുള്ള ഇത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിരവധി വിഷയങ്ങൾ ഒക്കെ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് 2016 ശേഷം 2025 വരെയുള്ള കാലയളവിൽ മാത്രം ഉണ്ടാകുന്ന പുതിയൊരു സംഭവവികാസമാണ് എന്ന മട്ടിലുള്ള ചിന്ത, ആ ഒരു രീതി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഡയറക്റ്റായിട്ട് പിണറായി വിജയൻ സംരക്ഷിക്കുന്നു എന്നുള്ള നിലയിലേക്കൊക്കെ വരുന്നതെന്നാണ് ആദ്യം എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് ഈ സിവിൽ സർവീസ് തലപ്പത്ത് IPS ആണെങ്കിലും ശരി, ഇപ്പോൾ IAS തലപ്പത്തും ഇപ്പോൾ പ്രശാന്തും ജയതിലകും തമ്മിലുള്ള പ്രശ്നം, ഇതടക്കമുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എക്കാലവും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്കൊന്ന് ഞാൻ പറഞ്ഞോട്ടെ ശ്രീജയേന്ദ്രൻ, ഇത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ നടന്ന പോരല്ല. കാരണം ഇത് PV അൻവർ നൽകിയ പരാതിയിലുള്ള അന്വേഷണത്തിന്റെ തുടർച്ചയാണ്. ഇനി പറഞ്ഞോളൂ. അതെ, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? PV അൻവർ സുജിത് ദാസിന്റെ ഫോൺ ചെയ്തിട്ട് അത് ടാപ്പ് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, എന്നിട്ട് പിന്നീട് ഇത് പുറത്ത് വിടുന്നു. അപ്പോൾ അതിൽ സുജിത് ദാസ് പറയുന്ന ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ പിന്നീട് സുജിത് ദാസ് തന്നെ അത് നിഷേധിക്കുന്നു. ഇങ്ങനെ തന്നോട് പറഞ്ഞിട്ടുള്ളത് സുജിത് ദാസ് ആണ് പറഞ്ഞിട്ടുള്ളതെന്ന് ഇദ്ദേഹം അജിത് കുമാർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണല്ലോ ആദ്യം പുറത്തു വരുന്ന കാര്യം. പിന്നീട് സുജിത് ദാസ് കൊടുത്തതായി പറയുന്നു, താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അതാണ് വ്യാജമൊഴി എന്നിപ്പം നിങ്ങൾ ആരോപിക്കുന്നത്. ഇത് ഈ മൊഴി വ്യാജമാണോ ഇല്ലയോ എന്നുള്ളതാണല്ലോ അന്വേഷിക്കേണ്ട പ്രശ്നം. അടിസ്ഥാനപരമായ പ്രശ്നം ഇത്തരത്തിൽ സുജിത് ദാസ് എന്ന ജൂനിയർ IPS ഓഫീസറും ഇദ്ദേഹം അജിത് കുമാർ എന്ന സീനിയർ IPS ഓഫീസറും തമ്മിൽ അത്തരത്തിലുള്ള സംഭാഷണം നടന്നിട്ടുണ്ടോ? ഇതിന്റെ പിന്നിൽ കരിപ്പൂരുമായി ബന്ധപ്പെട്ട സ്വർണം കള്ളക്കടത്ത് കേസിൽ P വിജയന് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടോ? അത്തരം അന്വേഷണങ്ങൾക്ക് സാധ്യതയുണ്ടോ, അത് ആവശ്യകതയുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, അത് വേറൊരു തലത്തിലാണ് അത് പോയത്. അത് പോയപ്പോഴേക്ക് ഇപ്പോൾ മറ്റൊരു ADGP ആയ P വിജയൻ DGPക്ക് തന്നെ പരാതി കൊടുക്കുന്നു. വ്യാജ മൊഴിയാണ് തനിക്കെതിരെ അജിത് കുമാർ ഉന്നയിച്ചിട്ടുള്ളത്, അതുകൊണ്ട് കേസെടുത്ത് അന്വേഷിക്കണം, ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണം. അങ്ങനെ ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കാവുന്ന തരത്തിലുള്ള ഒരു ഇഷ്യൂ ആയി നീട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ചപ്പാട് ഗവൺമെൻറ്റിനുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ധാരണയാണ് പറയുന്നത്. ഗവൺമെൻറ് അങ്ങനെ പോകുമോ ഇല്ലയോ എന്ന് ഖണ്ഡിതമായി പറയാൻ കഴിയില്ല. എങ്കിലും ഞാൻ കരുതുന്നത് ഗവൺമെന്റ് ആ തരത്തിൽ ഒരു അന്വേഷണത്തിന് സാധ്യതയില്ല. അല്ല, അങ്ങനെയാണ് എല്ലാവരും കരുതുന്നത്. എന്തുകൊണ്ടാണെന്നാണ് താങ്കളുടെ ഒരു അഭിപ്രായം? എന്തുകൊണ്ട് സർക്കാർ അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകില്ല? കാരണം DGP അങ്ങനെ ഒരു ശുപാർശ നൽകണമെങ്കിൽ പ്രാഥമികമായ ഒരു അന്വേഷണം നടത്തിയിരിക്കുമല്ലോ. അല്ല, ഇത് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി ആണ് ഇക്കാര്യത്തിൽ വേണ്ടതെന്ന് കരുതുന്ന ആളാണ് ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു തീർത്തില്ല. അതിനു മുമ്പാണ് താങ്കളെ ചോദ്യം വീണ്ടും മറ്റൊരു രൂപത്തിൽ ചോദിച്ചത്. ഞാൻ കരുതുന്ന ഇക്കാര്യത്തിൽ ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണമാണ് വേണ്ടത്. ഇപ്പോൾ താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സുജിത് ദാസ് പിന്നീട് പറയുന്നു. അതല്ല, പറഞ്ഞിട്ടുണ്ട് എന്ന് ആദ്യം പറഞ്ഞ രീതിയിൽ അജിത് കുമാർ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ടപ്പോൾ താനങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നതാണോ, അതോ ബോധപൂർവം മറ്റൊരു സഹപ്രവർത്തകനെ, സീനിയറായിട്ടുള്ള മറ്റൊരു സഹപ്രവർത്തകനെ കൊടുക്കാൻ വേണ്ടി അജിത് കുമാർ എന്ന ADGP ചെയ്തതാണോ? ഇത്തരം കാര്യങ്ങളൊക്കെ വേറൊരു രൂപത്തിൽ അന്വേഷിക്കാൻ കഴിയുന്നതാണ്, DGPക്ക് കഴിയുന്നതാണ്. അതിന് പകരം അതൊരു ക്രിമിനൽ കേസാക്കി എടുത്ത് അന്വേഷിക്കുന്ന നിലയിലേക്ക് മാറണം എന്ന് പറഞ്ഞ് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുത്തതായി പറയുന്ന ആ റിപ്പോർട്ടാണ് അതാണ് പറഞ്ഞത്. ഒരു ഗവൺമെന്റും, ഈ ഗവൺമെന്റ് എന്നല്ല ഏത് ഗവൺമെന്റ് ആണെങ്കിലും അത്തരം കാര്യങ്ങൾ അങ്ങനെയല്ല ചെയ്യുക, ശരിയായ വഴി എന്നുള്ളതുകൊണ്ട് അതല്ല ചെയ്യുക. സസ്പെൻഷനൊക്കെ കഴിഞ്ഞു. അതെ, അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സർവീസിലാണല്ലോ ബന്ധപ്പെട്ട ഒരു ഗൂഢാലോചന സംശയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സർവീസിൽ കയറാൻ പറ്റില്ലല്ലോ. ഉണ്ടല്ലോ. അല്ല, ഞാൻ പറഞ്ഞില്ല ഗൂഢാലോചനയാണോ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണമാണോ, ഇതൊക്കെ ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ സ്മൃതി. നമ്മളായിട്ട് എന്തെങ്കിലും രൂപപ്പെടുത്തുകയല്ലോ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഫൈൻഡിങ്സ് എന്താണെന്നുള്ളത് ഉണ്ട്. അതല്ല ഈ മൂവരുടെയും കാര്യത്തിലുണ്ടത്.
അത് നിലനിൽക്കെ തന്നെയാണ് ഈ പുതിയ കാര്യങ്ങളിലേക്ക് വരുന്നത്. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? പിന്നെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് MR അജിത് കുമാർ എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു ഇത് പേഴ്സണൽ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമായിട്ട് ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ എനിക്കതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പോലീസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്. ഫോഴ്സ് ഇൻ ആസ് എ ഹോൾ, ഇൻ ടോട്ടൽ ആണല്ലോ. ഫോഴ്സിൽ ഒരു ADGP വ്യാജമൊഴി നൽകി എന്നുള്ളത് അത് ഗൗരവമുള്ള വിഷയമല്ലേ? സേനയെ നാണം കെടുത്തുന്നതല്ലേ? അതും തന്റെ അതേ റാങ്കിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ. അല്ല, അത് നിശ്ചയമായും ഉണ്ട്. അല്ല, അത് ഞാൻ പറയും, നാണം കെടുത്തുക എന്നുള്ള പ്രയോഗമൊന്നും എനിക്കറിയണമെന്ന് ഒരു യോജിപ്പില്ല. നാണം കെടുത്തുക പോലീസ് ഫോഴ്സിനെ, അതൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ പോലീസ് ഓഫീസേഴ്സ് തമ്മിലുള്ള പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെന്നേ. ആ പേഴ്സണൽ ഗ്രഡ്ജ് എല്ലാ രംഗത്തുമുണ്ട്. അത് പോലീസിൽ കുറച്ച് കൂടുതലാണെന്നോ IAS കുറച്ച് കുറവാണെന്നോ എന്നൊന്നും വേർതിരിക്കേണ്ട കാര്യമില്ല. അല്ല, പോലീസ് പരസ്പരമുള്ള പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയുമ്പോൾ പുറത്തും അത് പ്രതിഫലിക്കാമല്ലോ, പുറത്തെ കേസുകളിലും അത് പ്രതിഫലിക്കാമല്ലോ. അത് ആഭ്യന്തരമായിട്ട് ഒതുങ്ങുന്ന ഒന്നല്ലല്ലോ. അങ്ങനെയൊക്കെ യഥേഷ്ടം പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണോ പോലീസ് സേന? അല്ല, അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. വിജിലൻസ് ഡയറക്ടർ ആയിരുന്നു ജേക്കബ് തോമസ്. അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോഴാണല്ലോ അന്ന് ധനകാര്യ സെക്രട്ടറി ആയിരുന്ന ചീഫ് സെക്രട്ടറി ആയിരുന്ന പിന്നെ ഡോക്ടർ എബ്രഹാമിന്റെ വസതി റെയ്ഡ് ചെയ്യുന്നത്, ഓർക്കുന്നില്ലേ? അന്ന് ലൈവ് അല്ലായിരുന്നു, ചാനലുകളെല്ലാം കാണിച്ചിരുന്ന ആ കാര്യം. അതിന് പിന്നെ എന്തായിരുന്നു അത് പിന്നീട് എല്ലാവർക്കും വ്യക്തതയോടെ വന്നല്ലോ. അതിനകത്ത് അടിസ്ഥാനരഹിതമായിരുന്നു അന്ന് ചെയ്ത നടപടി എന്നുള്ളത് പിന്നീട് പല ആവർത്തി ചോദിച്ചിട്ടും ജേക്കബ് തോമസ് അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ താൻ തയ്യാറല്ല എന്ന് മാത്രം പറഞ്ഞ് ഒഴിയുന്നതാണ് പിന്നീട് കണ്ടത്. അത് പേഴ്സണൽ ഗ്രഡ്ജ് അല്ലെങ്കിൽ പിന്നെന്താണ് ഉള്ളത്? അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടെന്നേ ഓഫീസിൽ നടയുണ്ട്. റേറ്റ് ചെയ്യുന്നു, പിന്നീട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് വേറൊരു കാര്യം. അത് വേറൊരു കാര്യമാണെന്നേ ഞാൻ പറഞ്ഞു. അദ്ദേഹം വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുമ്പോൾ സംഭവിച്ച കാര്യമാണ്. അദ്ദേഹം ഉത്തരവിട്ടിട്ടാണ് ഇദ്ദേഹത്തിന്റെ വസതി അദ്ദേഹം സർവീസിലിരിക്കെ, പ്രധാനപ്പെട്ട തസ്തികയിലിരിക്കെ റെയ്ഡ് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടതാണെന്ന് ഞാൻ പറഞ്ഞത്. ജേക്കബ് തോമസ് ഇപ്പോൾ എവിടെ, എബ്രഹാം ഇപ്പോൾ എവിടെ, അതല്ലല്ലോ, ആ വിഷയമല്ല ഞാൻ പറയുന്നത്. അത് കണ്ടതാണ്. അത് ഓഫീസേഴ്സിന് ഇടയ്ക്ക്, സീനിയർ ഓഫീസേഴ്സിന് പ്രത്യേകിച്ചും അതുണ്ട്. അതില്ല എന്ന് നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ല ഇരുട്ടാവൂ. പൊതുവിൽ അങ്ങനെയല്ലല്ലോ കാണുന്നത്, ഉദ്യോഗസ്ഥന്മാർക്ക് അത് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഇപ്പോൾ പിന്നെ ഒരു ശുപാർശ കൊടുത്തു ഇദ്ദേഹത്തിനെതിരെ, ആർക്കെതിരെ, അജിത് കുമാറിനെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞ് കൊടുത്താൽ ഉടനെ ഈ ഗവൺമെന്റ് എന്നല്ല ഒരു ഗവൺമെന്റും ഉടനെ അത് അംഗീകരിച്ച് നടപ്പിലാക്കും എന്ന് ഞാൻ കരുതുന്നതേയില്ല. അത് ഇക്കാര്യത്തിൽ അത് തന്നെയാണ് സംഭവിക്കാൻ പോവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി, ഇതിനു മുമ്പുള്ള സംഭവ വികാസങ്ങൾ കൂടി ചേർത്താണ് അതിലൊരു വിലയിരുത്തൽ നടത്തുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം കലക്കൽ, അതിൽ ഗൂഢാലോചന, അതിൽ തന്നെ ആരോപണ വിധേയനാണ്. അതിന്മേലൊരു അന്വേഷണം നടന്നിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അത് പോരാ എന്ന് പറഞ്ഞ് ത്രിതല അന്വേഷണം നടത്തി. അതിൻ്റെ റിപ്പോർട്ട് നമ്മളാരും കണ്ടിട്ടില്ല. അതുമേലൊന്നും സംഭവിച്ചിട്ടുമില്ല. അടുത്ത പൂരത്തിൽ ആർക്കാണോ ചുമതല ആ ഉദ്യോഗസ്ഥൻ മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതിയെന്നും മുകളിൽ നിന്ന് വേറെ ഏത് ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞാലും അനങ്ങരുത് എന്നുള്ളൊരു നിർദ്ദേശം വന്നു എന്ന് കേൾക്കുന്നു. അതാണ് ഒരു മാറ്റമായി, അതായത് ഈ തൃശ്ശൂർ പൂരം അട്ടിമറിക്കൽ സംഭവം നടന്നു എന്ന് പറയുന്ന ആ സംഭവത്തിന് ശേഷമുള്ള ഒരു മാറ്റമായി കാണുന്നത്. അപ്പോൾ ആ റിപ്പോർട്ട് ഇപ്പോഴും രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. ശ്രീ എ സജീവൻ, താങ്കളും ശ്രീ ജയേന്ദ്രൻ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട്. അതോ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള കുടിപ്പക, അവർക്കിടയിലെ വൈരം, അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു വാർത്തയായിട്ടാണോ താങ്കൾ ഇതിനെ കാണുന്നത്? അതോ MR അജിത് കുമാറിനെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് ഒരു കവചം തീർത്തിട്ടുണ്ടോ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും? പല കേസുകളിലായി നമ്മളതാണ് കാണുന്നത്. ജയേന്ദ്രൻ പറഞ്ഞുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇത്തരം സംഭവങ്ങൾ സിവിൽ സർവീസിലുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാര് പരസ്പരമുള്ള ഈ പോരാട്ടം അത് ഈ സർക്കാരിന്റെ കാലത്ത്, പിണറായി സർക്കാരിന്റെ കാലത്ത് മാത്രമല്ല നടന്നതെന്നാണ് ഒന്ന്. രണ്ടാമത്തേത്, ഇത് വിശ്വസിക്കാവുന്ന രൂപത്തിലുള്ള ഒന്നാണോ എന്നുള്ള കാര്യം. അതായത് പി വിജയൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് നമുക്ക് യോജിക്കാൻ പറ്റുമെന്നുള്ള രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതിലെ വളരെ കൃത്യമായിട്ടും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ആരോപണം, അതായത് ADGP അജിത് കുമാറിനെതിരെ ക്രിമിനലായും സിവിലായും നടപടിയെടുക്കണമെന്നുള്ള പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശനല്ല, കുഞ്ഞാലിക്കുട്ടിയല്ല, അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കന്മാരല്ല. സംസ്ഥാനത്തെ പോലീസിന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ DGP നേരിട്ട് കൊടുത്ത റിപ്പോർട്ടാണ്.
അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനം പോലും അല്ല, റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ജയേന്ദ്രനോട് പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അതിൽ അന്വേഷണം നടത്തട്ടെ, അതിലൊരു ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞു. ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണം നടത്താതെ DGPയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അതായത് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യം ഉള്ള ഒരു കാര്യം അല്ലാതെ അദ്ദേഹം ഈ തരത്തിലുള്ള ശുപാർശ സർക്കാരിന് കൊടുക്കുമോ? വെറുതെ ഒരു കത്ത് കിട്ടി, ഈ ഇദ്ദേഹം അജിത് കുമാർ പറഞ്ഞ മുഴുവൻ തെറ്റാണെന്നൊരു കത്ത് കിട്ടി, അല്ല ഒരു പരാതി കിട്ടി, എന്നാ പിന്നെ അജിത് കുമാർ തലയെടുത്തേക്കാം എന്ന് DGPയെ പോലെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പറയുമോ എന്നുള്ള ചോദ്യമുണ്ടല്ലോ. നമ്മളിവിടെ കാണേണ്ടത് ശുപാർശ കൊടുത്തിട്ടുള്ളത്, സർക്കാരിന് ശുപാർശ കൊടുത്തിട്ടുള്ളത്, മുഖ്യമന്ത്രിക്ക് ഈ ശുപാർശ കൊടുത്തിട്ടുള്ളത് DGP ആണ്. ആ DGP പറയുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പോലെയല്ല, ക്രിമിനലായും സിവിലായും നടപടി എടുക്കണം എന്നാണ്. അതായത് നടപടി നിർബന്ധമായിട്ടും വേണ്ടതാണ് എന്ന് DGPക്ക് തോന്നുന്നു. അങ്ങനെ തോന്നിയിട്ട് നമ്മളിത് ഇവർ തമ്മിലുള്ള ചക്കളത്തി പോരാട്ടമാണെന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇവിടെ നമുക്ക് 2-3 കാര്യം നമ്മുടെ മുമ്പിലുള്ള ഒരു കാര്യം. ഒന്നായത് വിജയനെതിരെ ഉള്ള ഒരു നടപടിയെ കുറിച്ച് നേരത്തെ ഇവിടെ പൊടിപ്പാറയും ജയേന്ദ്രനൊക്കെ പറഞ്ഞു. വിജയനെതിരെ നടപടി എടുത്തതിനാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ, ഒരു കോൺസ്റ്റബിൾ സിവിൽ പോലീസ് ഓഫീസർ പോലും നടപടി എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബോധ്യപ്പെടാവുന്ന കാരണം വേണം. ADGP റാങ്കിലുള്ള വിജയന് ദീർഘകാലം സസ്പെൻഡ് ചെയ്തത്, കുറച്ചല്ല കുറെ കാലം സസ്പെൻഡ് ചെയ്തത്, അദ്ദേഹം ഒരു കോഴിക്കോട്ട് ട്രെയിനിന് തീ വെച്ച പ്രതിയെ കൊണ്ടുവരുമ്പോൾ ആ പ്രതി ഇന്ന വഴിക്കാണ് വരുന്നത് എന്ന് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തു എന്നതിന്റെ പേരിലാണ്. അത് എങ്ങനെയാണ് തെളിയിക്കപ്പെട്ടതെന്ന് എനിക്കറിയില്ല. മാധ്യമങ്ങൾ ഇനിയിപ്പോ വിജയൻ നേരിട്ട് മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞെന്ന് വെക്കുക, എന്നാൽ തന്നെ എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ, ഈ പ്രതിയുടെ ഫോട്ടോ എടുക്കുന്നു അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നു, അതിൽ ഈ ലോകത്തെന്തെങ്കിലും ഇടിഞ്ഞു വീഴാനുണ്ടോ? അദ്ദേഹം വേറെ ഒരു കാപ്പ ചുമത്തിയപ്പെട്ട പ്രതിയൊന്നുമല്ലല്ലോ. അങ്ങനെ ഒരു പ്രതിയുടെ ഫോട്ടോയോ വീഡിയോയോ വന്നാൽ അതിന്റെ പേരിൽ ADGP റാങ്കിലുള്ള ഒരാള് ഇത്രയും കാലവും സസ്പെൻഡ് ചെയ്യാമെങ്കിൽ അതിന് വേറെ DGPയുടെ ശുപാർശക്കത്തില്ല, ക്രിമിനലായും സിവിലായും നടപടി എടുക്കണമെന്നുള്ള ഒരു കൃത്യമായിട്ട് നിർദ്ദേശം പോലുമില്ല. എന്നിട്ട് പോലും സസ്പെൻഡ് ചെയ്തുവെങ്കിൽ ഇവിടെ അജിത് കുമാറിനെതിരെ ഈ കേസ് ഒന്നും എടുക്കാതെ പോവുക എന്ന് പറയുന്നത് അങ്ങേയറ്റത്തെ ക്രൂരമായിട്ടുള്ള നടപടിയാണ്. അതായത് നിയമവ്യവസ്ഥയോട് പോലീസ് സംവിധാനത്തോട് ചെയ്യുന്ന തെറ്റായിരിക്കും. കാരണം ബാക്കിയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ബാധകമല്ലാത്ത എന്തെങ്കിലും ഒരു അപ്രമാദിത്വം ഈ അജിത് കുമാറിനുണ്ടോ? രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അജിത് കുമാർ പറഞ്ഞ ഈ ആരോപണം അദ്ദേഹം നേരിട്ട് ഞാൻ അന്വേഷണം നടത്തിയിട്ട് ഈ വിജയൻ ഇങ്ങനെയൊക്കെ കള്ളപ്പണക്കാരുടെ അല്ല കള്ളക്കടത്തുകാരുടെ ഒത്താശക്കാരനാണെന്ന് കണ്ടെത്തി എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അതൊരു പോലീസ് ഓഫീസർ അന്വേഷണം നടത്തിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഇവിടെ എന്താണ്, എന്നോട് വഴിയിൽ കണ്ട ഒരാൾ പറഞ്ഞു എന്ന് പറഞ്ഞത് സുജിത് ദാസ് എന്ന് പറയുന്ന ഒരു IPS ഓഫീസർ ഇങ്ങനെ പറഞ്ഞു. സുജിത് ദാസ് അത് നിഷേധിക്കുകയും ചെയ്തു. അപ്പൊ അവിടെ തന്നെ ഈ പറഞ്ഞ സുജിത് ദാസ് പറഞ്ഞു എന്ന് പറയുന്നത് അവിടെ തന്നെ പൊട്ടി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ ഇത് മാതൃകാപരമായിട്ടുള്ള നടപടിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അത് സംസ്ഥാന സർക്കാരിന് നാണക്കേടാണ്, പോലീസ് സംവിധാനത്തിന് നാണക്കേടാണ്. കാരണം ശുപാർശ ചെയ്തിരിക്കുന്നത് DGP ആണ്. അക്കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. ശരി, നൽകിയ പരാതി കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് താങ്കൾ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിൽ MR അജിത് കുമാർ നൽകിയ മൊഴി, അതാണ് വ്യാജമൊഴി എന്ന രൂപത്തിൽ ഇപ്പോൾ DGP കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ കേസെടുക്കണം, ക്രിമിനലോ സിവിലോ ആയ കേസെടുക്കണം എന്നാണ് DGP മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. സർക്കാർ കേസെടുക്കാൻ സാധ്യതയില്ല എന്നുള്ള പ്രതികരണം താങ്കൾ നേരത്തെ നടത്തി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെ സർക്കാർ ഇങ്ങനെ സംരക്ഷിക്കുന്നത്? സർക്കാർ എന്നതിനപ്പുറം മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതാണ് താങ്കൾ കരുതുന്നത്? സ്മൃതി, അത് വിശദീകരിക്കേണ്ട ഒരു വിഷയമേ അല്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും വളരെ പച്ചയായി അറിയുന്ന ഒരു യാഥാർത്ഥ്യമായി അത് കഴിഞ്ഞ 5-6 മാസമായി ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അജിത് കുമാർ, എന്തുകൊണ്ട് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു തീരുമാനവും എടുക്കാൻ കഴിയാതെ പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ മുമ്പ് ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ഞാൻ നൽകിയിട്ടുള്ള പരാതികൾ, അത് വസ്തുതാപരമാണ്. അതിൽ അജിത് കുമാർ പങ്കാളിയാണ്, P ശശി പങ്കാളിയാണ്, ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ പങ്കാളിയാണ്, മരുമകൻ സ്വാഭാവികമായും അതിൽ
പങ്കാളിയാകുമല്ലോ. അപ്പോൾ അജിത് കുമാറുമായി ബന്ധപ്പെട്ട ഏത് വിഷയത്തിലും ഒരു നടപടി ഗവൺമെൻറ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കും ഓഫീസിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെ സംരക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം അത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബം സംരക്ഷിക്കുന്നതിന് സമമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പോറ്റുമകനാണ് അജിത് കുമാർ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശ്രീ പി വി അൻവർ, താങ്കൾ ഉന്നയിച്ച ആരോപണം തുടർച്ചയായി പറയുന്ന കാര്യമാണ്. പക്ഷെ നമുക്ക് ഇതിനൊക്കെ ഒരു തെളിവ് വേണ്ടേ? കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ അന്വേഷണത്തിന് നേരിലാണ്. ഇപ്പോൾ ED വരുന്നു എന്ന ഘട്ടത്തിലാണ്, CBM വരുന്നു എന്നുള്ള ഘട്ടത്തിലാണ്. അപ്പോൾ എന്താണ് ഇതിൽ MR അജിത് കുമാറിന്റെ റോൾ? അല്ല, MR അജിത് കുമാറിൻ്റെ റോള് വളരെ കൃത്യമായി ഞാൻ എഴുതി കൊടുത്തതാണല്ലോ. MR അജിത് കുമാറും ഈ പറയുന്ന സുജിത് ദാസും ഒരുമിച്ചിരുന്നു കൊണ്ടായിരുന്നു കോഴിക്കോട് എയർപോർട്ട് വഴി ഈ സ്വർണ്ണക്കള്ളക്കടത്ത് മുഴുവൻ നടത്തിയിരുന്നത്. ഇപ്പോൾ സ്മൃതി, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ ഒരു 4-5 മാസമായിട്ട് കാലിക്കറ്റ് എയർപോർട്ടിലെ സ്വർണം പിടിക്കുന്നത് കസ്റ്റംസാണ്. പോലീസിനെന്താ പിടിക്കാൻ കിട്ടാതിരുന്നത്? ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കസ്റ്റംസ് ഓഫീസർമാരിലെ പലരെയും മാറ്റി പോലീസും കസ്റ്റംസ് ഓഫീസിലെ ചിലരുമായുണ്ടായിരുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള നെക്സസും അവർ തമ്മിലുണ്ടായിരുന്ന കച്ചവട ബന്ധവുമായിരുന്നു കസ്റ്റംസ് പിടിക്കാതെ സ്വർണവുമായി പുറത്തേക്ക് ഇത് ക്യാരി ചെയ്ത് വരുന്ന പാസഞ്ചേഴ്സ് കടന്നു വന്നിരുന്നത്. അവർ വഴിയിൽ തടഞ്ഞു നിർത്തി സ്വർണം കവർന്നെടുക്കുന്ന രീതിയായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇതൊക്കെ എല്ലാം പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇതിലപ്പുറം അതിൽ പറയാൻ കഴിയില്ല. ഇനി എന്ത് തെളിവാണ് കൊണ്ടുവരാൻ കഴിയുക? അപ്പോൾ PV അൻവർ, താങ്കൾ ഉന്നയിച്ച ആരോപണം, താങ്കൾ പരസ്യമായി പറഞ്ഞ ചില കാര്യങ്ങൾ, അതിനുശേഷമാണ് അതിപ്പോൾ പോലീസിന് സാധ്യമാകാതെ വന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? എനിക്ക് മനസ്സിലായില്ല ചോദ്യം. അല്ല, ഇപ്പോൾ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരെ മാറ്റി എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നല്ലോ. ഈ പോലീസുമായി ഒത്തുകളിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ മാറ്റി പുതിയ ഉദ്യോഗസ്ഥർ വന്നു. ഇതൊക്കെ തന്നെയും താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ, താങ്കൾ നടത്തിയ വെളിപ്പെടുത്തലുകൾ, അതിനുശേഷം വന്ന മാറ്റമാണോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ അമ്പകുരം ഇപ്പോഴും തുടരണ്ടേ? ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയമാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് സ്വർണത്തിന് കൂടിയ വില വർധനവ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ വില വർദ്ധിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്നത്. ഒരു കേസെങ്കിലും പോലീസ് പുറത്ത് വെച്ച് അറസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടോ? കസ്റ്റംസിൻ്റെ അകത്ത് വെച്ച് പിടിക്കപ്പെടുന്ന കേസുകളല്ലാതെ. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും സ്മൃതി. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നതിലപ്പുറം നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതി തന്നെ ഈ പറയുന്ന അജിത് കുമാറിനും സുജിത് ദാസിനൊക്കെ ക്ലീൻ ഷീറ്റ് കൊടുത്ത് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ കോപ്പി പോലും എനിക്ക് കിട്ടിയിട്ടില്ല. കോപ്പിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അപേക്ഷ കൊടുത്ത് വെയിറ്റ് ചെയ്യാണ്. നോർമൽ കേസിൽ എനിക്ക് തരേണ്ടതാണ്. ആ അപേക്ഷക്ക് പോലും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ നിജസ്ഥിതി. അപ്പോൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാത്രമേ സാധിക്കുള്ളൂ. ആ കോപ്പി കിട്ടിയാൽ ഇപ്പോൾ KM എബ്രഹാമിൻ്റെ അന്വേഷണത്തിൻ്റെ അതേ അവസ്ഥയാണ് അജിത് കുമാറുമായി ബന്ധപ്പെട്ട സകല വിഷയങ്ങളും. എനിക്ക് ആ കോപ്പി കിട്ടിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനേ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം അല്ലെങ്കിൽ CBIയോ ദേശീയ ഏജൻസികളോ അന്വേഷിക്കണമെന്ന് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ ഇന്ന് KM എബ്രഹാമിന് എന്തുണ്ടായോ അതിലേറെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസുകളാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട രേഖകളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണ്. ഇതിനെയൊക്കെ മായ്ച്ചു കളയാൻ മാത്രം ശേഷി എന്തുകൊണ്ടാണ് അജിത് കുമാറിന് ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു കോമൺ ലോജിക്കുള്ള മനുഷ്യരാണല്ലോ കേരളത്തിലുള്ളത്. അവർ അത് മനസ്സിലാക്കുന്നുണ്ടാകും. ആ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിലപ്പുറം ഇനി ആ പരാതിയുടെ അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ കോപ്പി കിട്ടിയാൽ കോടതിയെ സമീപിക്കുക. ഇത് എന്നെ സംബന്ധിച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിപ്പോൾ ഈ P. വിജയനുമായി ബന്ധപ്പെട്ട് ഉള്ള കള്ളമൊഴിയാണല്ലോ. അപ്പോൾ P. വിജയനാണ് അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഒരേ റാങ്കിലുള്ള 2 ഉദ്യോഗസ്ഥർ, ഇത് ഉദ്യോഗസ്ഥർക്കിടയിലെ ഒരു ചേരിപ്പോരിൻ്റെ തുടർച്ചയാണ് എന്ന രൂപത്തിൽ കാണുന്നവരുമുണ്ട്. അതിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, അതൊരു അടിസ്ഥാനരഹിതമായി ഈ വാദത്തിൽ ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന പരാതിയെ മറ്റൊരു വഴി തിരിച്ചുവിടാനുള്ള CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടിയാലോചനയുടെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു നരേഷനാണ്. P. വിജയനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും പച്ചയായ പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. P. വിജയന് വരാനിരിക്കുന്ന പ്രൊമോഷനുകളെ തടസ്സപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് സത്യത്തിൽ അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത്. പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് ആ സ്റ്റേറ്റ്മെൻറ്റിനെ സുജിത് ദാസ് അക്നോളജ് ചെയ്യുമെന്നാണ് കരുതിയിരുന്നത്. സുജിത് ദാസ് അത് അക്നോളജ് ചെയ്തില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു.
സുജിത് ദാസ് അങ്ങനെ പറയും എന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നതും അദ്ദേഹം സുജിത് ദാസിനോട് ആവശ്യപ്പെട്ടിരുന്നതും. പക്ഷേ ഇദ്ദേഹത്തെക്കാൾ ഇനിയും 10-30 വർഷം ഇവിടെ സർവീസുള്ള സുജിത് ദാസ് അദ്ദേഹത്തിന് അത് മനസ്സിലായി, അത് ഒരു ട്രാപ്പിലേക്ക് പോവുകയാണ് എന്നത്. സ്വാഭാവികമായിട്ടും അത് മനസ്സിലാക്കിക്കൊണ്ട് സുജിത് ദാസ് അത് അക്നോളജ് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത്. DGP ഒരു അന്വേഷണം നടത്തിയിട്ടാണല്ലോ ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്. സ്വാഭാവികമായും സുജിത് ദാസിനെ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എവിടുന്ന് പറഞ്ഞു, എങ്ങനെ പറഞ്ഞു എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കാണ്? അജിത് കുമാറിനാണ്. അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് DGP ഇങ്ങനെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത്. അതല്ലേ അതിൻ്റെ സത്യാവസ്ഥ. അല്ലാതെ ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള ചേരിപ്പോരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വഴി തിരിച്ചു വിടാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് വഴി തിരിച്ചു വിടൽ അവരുടെ ആവശ്യമാണ്. പക്ഷെ ഇതെല്ലാം തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ശേഷിയുണ്ട് എന്നൊരു വസ്തുത അപ്പോഴും അവിടെ നിൽക്കുകയാണ്. ശ്രീ PV അൻവർ, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ തുടർച്ചയായ വാർത്താ സമ്മേളനത്തോട് ഈ സമൂഹത്തോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടേണ്ട ഒരു ക്ലാരിറ്റി എന്നാൽ ഇപ്പോൾ ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടിട്ടുണ്ട്. RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനെക്കുറിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ച എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അതിന്മേൽ മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിൽ പോലും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു പാലമായി വർത്തിക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു പാലമായി വർത്തിക്കുകയാണോ MR അജിത് കുമാർ എന്നൊരു സംശയം ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷേ താങ്കളിപ്പോൾ പറയുന്നു ഇപ്പോൾ KM എബ്രഹാമിനെതിരെ CBI വന്നതുപോലെ ഒരു അന്വേഷണത്തിലേക്ക് വരാനുള്ള സാധ്യത നിൽക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഈ RSSുമായും അല്ലെങ്കിൽ BJPയുമായും ഒക്കെ നല്ല ബന്ധമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ തരത്തിലുള്ള അന്വേഷണ സാധ്യതയും അടയുകയല്ലേ? അല്ല, അതെല്ലാം സംഭവിക്കാൻ പോവുകയാണ്. അതുതന്നെയാണ് ഇവിടെ നമ്മൾക്കൊരു നീതി കിട്ടാനുള്ള സാഹചര്യങ്ങൾ സംസ്ഥാന പോലീസിൽ നിന്ന് ഈ വിവേചനം വന്നു കഴിഞ്ഞാൽ കേന്ദ്ര ഏജൻസികളെ സമീപിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കേന്ദ്ര ഏജൻസികളിൽ പലതും ഈ രാഷ്ട്രീയ ലാക്ക് വെച്ചുകൊണ്ടുള്ള ഇവർ തമ്മിലുള്ള അണ്ടർ കറൻസ് നീതി പുറത്തു വരാൻ വലിയ പ്രയാസം തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞിരുന്നത്, ഞാൻ ഈ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഹൈക്കോടതിയെ സമീപിക്കുമ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെയാണ്. ആ ജുഡീഷ്യൽ അന്വേഷണം തള്ളിക്കളഞ്ഞെങ്കിൽ മാത്രമേ മറ്റു കേന്ദ്ര ഏജൻസികളെ നമ്മൾ സമീപിക്കുന്ന പ്രശ്നമുള്ളൂ. അത് കോടതിയാണ് അത് തീരുമാനിക്കേണ്ടത്. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകുകയല്ലാതെ വേറെ എന്ത് ചെയ്യാൻ കഴിയും സ്മൃതി? ഇതല്ലേ ഇതിൻ്റെ ഒരു വസ്തുത. അവിടെയല്ലേ ജനങ്ങൾ കുഴഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ADMൻ്റെ കേസിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ അവരുടെ കുടുംബം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. എന്താണ് ആ കേസിൻ്റെയൊക്കെ നിജസ്ഥിതി നമുക്കറിയാം. അങ്ങനെ ഓരോന്നും നമ്മൾ എടുത്തു നോക്കിയാൽ ഓരോ ഘട്ടത്തിലും ഇതിനെല്ലാം നീതിയെ ഒരുമിച്ചിരുന്നു കൊണ്ട് ടോർപിഡോ ചെയ്യപ്പെടുന്ന വലിയ നീതി നിഷേധം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഈ കേസിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ രീതിയിലുള്ള ഏത് ക്രിമിനൽ ആക്ടിവിറ്റിയും ചെയ്യാനുള്ള ധൈര്യം എന്താണ്? ഒരു വഴിക്കല്ലെങ്കിൽ മറ്റൊരു വഴിക്ക് അവർക്ക് രക്ഷപ്പെട്ട് കയറാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മുൻ DGPമാർ എല്ലാവരും BJPയുടെ ജില്ലാ സ്റ്റേറ്റ് പ്രസിഡന്റുമാരായിട്ടല്ലേ പോയത്. ഇപ്പോൾ അജിത് കുമാർ എത്ര ശക്തമായിട്ടാണ് അന്ന് പിണറായി വിജയൻ പ്രതികരിച്ചത് എന്നതും കേരളം ഓർക്കുന്നുണ്ട് ശ്രീ PV അൻവർ. ആ പിണറായി വിജയൻ അല്ലല്ലോ ഈ പിണറായി വിജയൻ. 2016 തൊട്ട് 2021 വരെ പിണറായി വിജയൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പരിധി വരെ നമ്മൾ വിശ്വസിച്ച പോലെ കാര്യങ്ങൾ പോയിരുന്നു. 2021-26 ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രണ്ടാം പിണറായിലല്ലേ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറുന്നത്. നിങ്ങളെന്നെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്നാണ് ഇദ്ദേഹത്തിൻ്റെ സ്വഭാവം, ഇദ്ദേഹത്തിൻ്റെ കുടുംബസ്നേഹമൊക്കെ വർദ്ധിക്കുന്നത്? മുഹമ്മദ് റിയാസ് എന്ന ആ വീട്ടിലേക്ക് കയറിയോ അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണിത്. അദ്ദേഹം ആ വീട്ടിൽ കാല് കുത്തിയെന്ന അതിൻ്റെ ക്രൊനോളജിക്കലി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടി വരുന്നതോട് കൂടിയിട്ടാണ് പൊളിറ്റിക്കൽ പാർട്ടിക്കപ്പുറം കുടുംബം, എൻ്റെ കുടുംബം എന്ന ഒരു അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി ചുരുങ്ങിപ്പോവുകയാണ്. ഒരച്ഛൻ്റെ അവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം പല ഘട്ടങ്ങളിലും അദ്ദേഹം മറന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏക ആവശ്യം എന്താണ്? മരുമകനെ എത്തിപ്പിടിക്കാൻ കഴിയാത്തതിലപ്പുറമുള്ള പാർട്ടിയുടെ ഉന്നത സ്ഥാനീയങ്ങളിൽ എത്തിക്കാനുള്ള വലിയ ഭഗീരഥ ശ്രമം നടത്തി അതിലൊക്കെ അദ്ദേഹം വിജയിച്ചിരിക്കുകയാണ്. തിരിച്ചൊരു മറുവാക്ക് പറയാൻ ഒരാളുമില്ല.
കേന്ദ്ര കമ്മിറ്റിയിൽ റിയാസ് വരുമെന്നായിരുന്നു ഞാൻ കണക്കൂട്ടിയിരുന്നത്. പക്ഷേ ആരോ പിണറായിക്കൊരു ബുദ്ധി അതിൻ്റെ അവസാന ഘട്ടത്തിൽ ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് തൽക്കാലം ആ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ ആരോ ഒരാൾ ഇപ്പോൾ പുതിയ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെയൊക്കെ അദ്ദേഹം തടയിടുന്നത് എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത് അദ്ദേഹം ദേഷ്യം പിടിക്കും, ശോഭിക്കും, ചോദിക്കാൻ കഴിയില്ല, ഒരു തീക്കട്ടയാണ് ഞാൻ എന്ന് വരുത്തി തീർത്തുകൊണ്ട് പത്രമാധ്യമങ്ങൾക്കടക്കം ഇപ്പോൾ SFIO കേസിൽ അടക്കം നമ്മൾ കണ്ടതല്ലേ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതിനൊരു യോഗ്യത മുമ്പ് പിണറായിക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ യോഗ്യത അദ്ദേഹം അർഹിക്കുന്നില്ല. കാരണം അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമല്ലേ, ആ രക്തം അത്ര പെട്ടെന്ന് കിട്ടൂല കേട്ടോ. ആർക്ക് വേണം അദ്ദേഹത്തിൻ്റെ രക്തം? അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം കേരളത്തിലെ 100-600ഓളം സഖാക്കളുടെ രക്തം, ആ രക്തം ഈ മണ്ണിൽ വീണിട്ടുള്ളത് ഇവിടുത്തെ ഈ RSSൻ്റെയും BJPൻ്റെയും വർഗീയവാദികളുമായുള്ള ഏറ്റുമുട്ടലിൻ്റെ ഫലമായി മരണപ്പെട്ടവരാണ് കേരളത്തിലെ സഖാക്കൾ, രക്തസാക്ഷികൾ. അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എനിക്കറിയാം. എന്നെ ബന്ധപ്പെടുന്നവരുണ്ട്. സഖാക്കളുമായി ബന്ധപ്പെട്ട് RSSുമായി ആക്രമണത്തിൽ മരണപ്പെട്ട കേസുകളിൽ ആ കേസുകൾ മുഴുവൻ ഇപ്പോൾ വിട്ടുപോവുകയാണ്. ഈ പറയുന്നത് പോലെ തന്നെ CPM ആളുകൾ പ്രതികളായിട്ടുള്ള കേസുകൾ അപ്പീലിൽ ശിക്ഷിക്കപ്പെടുകയാണ്. ഈ പരാതി നിലനിൽക്കുകയാണ്. കേരളത്തിലെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു എന്ന് സഖാക്കൾ മനസ്സിലാക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ രക്തമല്ല ആളുകൾക്ക് ആവശ്യം. മുഖ്യമന്ത്രി കേരളത്തിലെ ഈ മരിച്ചു വീണ സഖാക്കളുടെ രക്തം മൂറ്റിക്കുടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ മരുമകൾ, അവരുമായി ബന്ധപ്പെട്ട കച്ചവടം, അവരുമായി ബന്ധപ്പെട്ട സമ്പത്ത്, അത് സംരക്ഷിച്ചെടുക്കാനുള്ള ഒരൊറ്റ വഴിയായി ആ മുഖ്യമന്ത്രി പദം ഉപയോഗിക്കുന്ന വളരെ നീചമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ എന്താ പറയുക പിണറായി കടന്നു പോകുന്നത് എന്നതൊരു വസ്തുതയല്ലേ? ആർക്കാ മനസ്സിലാവാത്തത്? ശരി, ഞാൻ മറ്റ് പാനലിസ്റ്റുകളിലേക്ക് കൂടി പോവുകയാണ്. ശ്രീ എ സജീവൻ, PV അൻവർ പറയുന്ന കാര്യങ്ങൾ, PV അൻവറിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി പറയുന്ന കാര്യങ്ങളാണ്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു രോഷം കൂടി കലർന്നിരിക്കാം. പക്ഷെ എത്രത്തോളം വസ്തുതകളോട് ചേർന്ന് നിൽക്കുന്നതാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ? PV അൻവർ പറയുന്ന പോലെ മറ്റ് കാര്യങ്ങൾ, ഇപ്പം റിയാസുമായി ബന്ധപ്പെട്ടതോ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ടതോ ആയുള്ള കാര്യങ്ങൾ, അതൊന്നും ഇവിടുത്തെ തെളിവില്ലാത്ത, ഇതുവരെ തെളിവില്ലാത്ത പറഞ്ഞാൽ ഇതുവരെ തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ്. അത് എന്തോ ആയിട്ട് അത് അൻവറിന്റെ ഒരു താല്പര്യം കൂടി, അൻവറിന്റെ ഒരു വികാര വിക്ഷോഭവും അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളൊക്കെ ഉണ്ടാക്കും ഇവിടെ. പക്ഷേ വളരെ കൃത്യമായിട്ട് അൻവർ പറഞ്ഞ ഒരു കാര്യം, അൻവർ ആദ്യം മുതലേ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന രൂപത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഒന്ന് സുജിത് ദാസ്, രണ്ടാമത് അജിത് കുമാർ, അതിൽ ഈ പറയുന്ന അൻവർ പറയുന്ന ആദ്യഘട്ടത്തിൽ ഞാൻ അനുകൂലമായിട്ട് പറഞ്ഞതാണ്. കാരണം ഈ കോഴിക്കോട് വിമാനത്താവളവുമായിട്ട്, കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ പിടുത്തം, അത് നമ്മൾ എല്ലാ ദിവസവും പത്രങ്ങളിൽ പത്രപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ കാണുന്ന, അത്ഭുതത്തോടെ കാണുന്നതാണ്. കാരണം തുടർച്ചയായിട്ട് ഇവിടെ വിമാനത്താവളത്തിന് അകത്ത് വെച്ച് പിടിക്കാത്ത പോലീസ് തുടർച്ചയായിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ കഥ കാണുമ്പോൾ തന്നെ ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? പോലീസ് ഇത്രയധികം ജാഗ്രതയാണോ? എന്തുകൊണ്ട് കസ്റ്റംസുകാർക്ക് പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സംശയമൊക്കെ ഉണ്ട്. അതിന് പിന്നിൽ എന്തോ ഒരു കള്ളക്കളി ഉണ്ട് എന്നൊക്കെ ഞങ്ങൾക്കൊക്കെ എന്ന് തോന്നിയിരുന്നു. അത് അൻവർ കൃത്യമായിട്ടും പറഞ്ഞിരുന്നു. അതിനോട് ഞാൻ ഇപ്പോഴും യോജിക്കുന്നു. കാരണം അൻവർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോഴെന്തുകൊണ്ടാണ് പോലീസ് പിടിക്കാൻ പറ്റാത്തത്? അതൊരു ചോദ്യമാണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, മറ്റുള്ളതൊക്കെ തെളിയിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ ഇതുവരെ തെളിയിക്കപ്പെടാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു കാര്യമുള്ളത്, ഇവിടെ വളരെ കൃത്യമായിട്ടും അജിത് കുമാറിനെതിരെ പറയപ്പെടുത്ത പരാതികളിൽ അത് പലതിലും അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ല, അദ്ദേഹം വീട് വെച്ചതിനെ കണക്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വെള്ളം പൂശുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എങ്കിൽ പോലും അത് കൃത്യമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഒരു ADGP തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഇങ്ങനെ പച്ചയ്ക്ക് കളവ് പറയാമോ എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ കളവാണ് എന്ന് സുജിത് ദാസ് തന്നെ വളരെ കൃത്യമായി പറഞ്ഞു. ഞാൻ അങ്ങനെ ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ല. പിന്നെ ആര്? ആ പേര് സുജിത് ദാസ് എന്ന പേരിൽ വേറെ ഏതെങ്കിലും ആളുണ്ടോ? അതൊക്കെയാണ് അജിത് കുമാർ പറയേണ്ടത്. അതല്ലാതെ ഇത്തരത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ, ഇപ്പൊ വിജയന്റെ കാര്യത്തിലൊക്കെ നമുക്കറിയാം അദ്ദേഹം ഏത് രീതിയിൽ നിന്നുമാണ് ഈ സിവിൽ സർവീസിലേക്ക് വന്നതൊക്കെ. ഞാനൊക്കെ അക്കാലത്ത് അദ്ദേഹത്തിന് സിവിൽ സർവീസ് കിട്ടിയ സമയത്ത് അതിനെക്കുറിച്ച് റിപ്പോർട്ട് എഴുതി. കാരണം വളരെ കൃത്യമായൊരു, വളരെ പാവപ്പെട്ട അവസ്ഥയിൽ പഠനം നിർത്തിയിട്ടുള്ള അവസ്ഥയിൽ വീണ്ടും പഠിച്ചു വന്നിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള ഒരാള് അഴിമതി നടത്തില്ല എന്നുള്ള കാര്യം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ
ജീവിതം അത്രയും ഗംഭീരമായ ജീവിതമാണ്. അതൊന്നുമില്ല. മാത്രമല്ല, അങ്ങനെയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണ് ചെയ്യുക. അദ്ദേഹം ADGPക്ക് പരാതി കൊടുക്കുന്നു. പരാതി കൊടുത്തിട്ട് ഇത് കളവാണെന്ന് പറയുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിനെ കളവാണോ അല്ലയോ എന്നുള്ള കാര്യം പറയേണ്ട ഒരാൾ സുജിത് ദാസാണ്. സുജിത് ദാസ് പറയുന്നു ഞാൻ ഇങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും അജിത് കുമാർ കളവ് പറഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച മറ്റ് ആരോപണങ്ങളും അതൊക്കെ നമുക്ക് വിശ്വസിക്കേണ്ട ഒരു ഘട്ടം വരെ എത്തുകയാണ്. തെളിവുണ്ടായാലും ഇല്ലെങ്കിലൊക്കെ ഇങ്ങനെയാണ് എങ്കിൽ അത് ശരിയാകുമല്ലോ എന്നുള്ള ഒരു കാര്യം ഉണ്ടാകും. ശരി, അപ്പോൾ ഈ വ്യാജമൊഴി നൽകിയ ADGP MR അജിത് കുമാർ DGP പദവിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എത്താൻ ശ്രീ PV അൻവറിലേക്ക് പോകുന്നതിന് മുമ്പ് 2 മിനിറ്റ് ശ്രീ ജയേന്ദ്രനിലേക്ക് അദ്ദേഹം ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ടാണ്. ശ്രീ M ജയേന്ദ്രൻ, ഇപ്പോൾ PV അൻവർ പറഞ്ഞ കാര്യങ്ങളോട് താങ്കളുടെ ഒരു അഭിപ്രായം? സ്മൃതി, എനിക്ക് അദ്ദേഹത്തിനോട് ശ്രീ PV അൻവറോട് ഒരു കാര്യം ചോദിക്കാനുണ്ടേ. പിന്നെ ചോദിച്ചോളൂ. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ ഈ ചർച്ചയിൽ പറഞ്ഞത് അന്വേഷണ റിപ്പോർട്ടുകൾ വരുന്നത് നോക്കി അദ്ദേഹം ഇരിക്കുകയാണ്. റിപ്പോർട്ടുകൾ അദ്ദേഹത്തിന് കിട്ടുന്നതും കാത്തിരിക്കുകയാണ്. എന്നിട്ട് അതുമായി കോടതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അദ്ദേഹം ഇപ്പോൾ ചർച്ചയിൽ പറഞ്ഞു. ഓക്കെ. അപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 13-ന് CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദമാഷെ കണ്ടതിന് ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അന്ന് ശ്രീ PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത്, ഇനി എനിക്ക് പാർട്ടിയുടെ ഈ കാര്യത്തിൽ വിശ്വാസമില്ല, ഞാനിനി നേരെ, അന്ന് ഒരു വെള്ളിയാഴ്ചയാണെന്ന് എൻ്റെ ഓർമ്മ, ഞാൻ ഇനി അടുത്ത തിങ്കളാഴ്ച ഇതുമായി നേരെ കേരള ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് എന്നാണ് പറഞ്ഞത്. എല്ലാ മാധ്യമങ്ങളും വന്നത് സംപ്രേഷണം ചെയ്യുകയും ചെയ്തു. ചർച്ചയും അത് സംബന്ധിച്ച് നടക്കുകയും ചെയ്തിരുന്നു. ഞാനും ചില ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ആളുമാണ്. ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് റിപ്പോർട്ട് കിട്ടിയിട്ടാണ് ഇനി കോടതിയിലേക്ക് പോകുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ അന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഇന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. ആ ഒരു ഒരാശയക്കുഴപ്പം എങ്ങനെയാണ്, എനിക്കുള്ളൊരു ആശയക്കുഴപ്പം എങ്ങനെയാണ് അങ്ങ് പരിഹരിക്കുക എന്നറിയാൻ താല്പര്യമുണ്ട്. ഒരു കാര്യം. രണ്ടാമത്, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോടുള്ള പ്രതികരണമാണല്ലോ സ്മൃതി ചോദിച്ചത്. അദ്ദേഹം ഉടനീളം പറയുന്നതെല്ലാം ഇതെല്ലാം ഒരു പ്ലാൻഡ് പരിപാടിയായിട്ട് തന്നെയാണ് അദ്ദേഹം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല. DGP കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അന്വേഷിച്ച് തന്നെ കൊടുത്തിട്ടുള്ളതാണ്. DGP കൊടുത്ത റിപ്പോർട്ട് മാധ്യമങ്ങൾ അതിനെ സംബന്ധിച്ച് അവതരിപ്പിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് പ്രാഥമിക അന്വേഷണമാണ് DGP നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ സജീവൻ ഇടയ്ക്ക് പറഞ്ഞു, ഞാനങ്ങനെ പറയുന്ന എന്തെങ്കിലും ഒരു അന്വേഷണം, ഡിപ്പാർട്ട്മെൻ്റ് അന്വേഷണം വേണം എന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിച്ചത്. അങ്ങനെയല്ല ശ്രീ സജീവൻ ഞാൻ പറഞ്ഞതും ഉദ്ദേശിച്ചതും. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്വേഷണം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കരിപ്പൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കള്ളക്കടത്തിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് സുജിത് ദാസ് പറഞ്ഞതായിട്ടാണല്ലോ അജിത് കുമാർ പിന്നീട് മൊഴി കൊടുത്തിരുന്നത്. അത് സംബന്ധിച്ചാണ് പിന്നീട് സുജിത് ദാസ് തന്നെ പറയുന്നത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ശ്രീ PV അൻവർ ഇപ്പോൾ ചർച്ചയിൽ പറഞ്ഞതുപോലെ തന്നെ ഇനി 10-30 വർഷം സർവീസ് ഉള്ള ആളാണ് സുജിത് ദാസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഔദ്യോഗിക ഭാഗം നോക്കിയിട്ട് വർത്തമാനം പറഞ്ഞതാണോ അതോ വാസ്തവത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടോ, പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണം ഉന്നയിച്ചത് ADGP അജിത് കുമാർ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അന്വേഷിക്കപ്പെടേണ്ടത്. അതിനാണ് ഡീറ്റെയിൽ എൻക്വയറി വേണം എന്ന് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ഡീറ്റെയിൽ എൻക്വയറി അല്ല നടന്നിട്ടുള്ളത്. ഒരു പ്രാഥമിക അന്വേഷണമാണ്. പ്രാഥമിക അന്വേഷണമാണെങ്കിലും DGPക്ക് ഒരു ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ ഇതിൽ കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണ് എന്നൊരു റിപ്പോർട്ട് നൽകുക. DGP ഇതിൽ ഏതെങ്കിലും ഭാഗം കളിക്കുകയാണ് എന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? അല്ല, ഞാൻ DGPയുടെ ബോധ്യത്തിനെ കുറിച്ചൊക്കെ എനിക്കെന്താ അധികാരം അല്ലെങ്കിൽ അർഹത അതിനെ സംബന്ധിച്ച് സംശയിക്കാനോ ചോദ്യം ചെയ്യാനോ? ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുക മാത്രമാണ് സ്മൃതി ഇക്കാര്യത്തിൽ ചെയ്യുന്നത്. ഇതിൽ മനസ്സിലാകാത്ത കാര്യം സുജിത് ദാസ് കളവ് പറഞ്ഞോ, സുജിത് ദാസ് സത്യം പറഞ്ഞോ എന്നതിനപ്പുറം ഇതിൽ P. വിജയന് തന്റെ ഒരു അനുഭവം ഉണ്ടല്ലോ. തനിക്കെതിരെ തന്റെ അതേ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ നീങ്ങിയിരിക്കുന്നു. അതുമേലാണ് P. വിജയൻ പരാതി നൽകിയത്. സ്വാഭാവികമായി ഡിപ്പാർട്ട്മെന്റ് പരാതി നൽകും. ആ പരാതി നൽകി.
DGP അതിന്മേൽ അന്വേഷണം നടത്തി. അപ്പോൾ ഇത് കേസെടുക്കാവുന്ന സംഭവമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അത് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നു, ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് നൽകുന്നു. ഇത് ഒരു അപകീർത്തി കേസ് മാത്രമാണ് എന്ന രൂപത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാണുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപകീർത്തി കേസാണെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ P. വിജയൻ നേരിട്ട് കോടതിയെ സമീപിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഒന്നും സർക്കാരിന് സാധ്യമല്ല എന്നൊരു വാദം കൂടി ഉയർന്നു വരുന്നുണ്ട്. ശ്രീ PV അൻവർ, അതിനൊരു മറുപടി. അല്ല, ഇതിൽ നമ്മൾ പൊതുവായിട്ട് കാണേണ്ട കുറേ വിഷയങ്ങളുണ്ട്. നമ്മൾ ഫോണിൻ്റെ കണക്ടിവിറ്റി കുറവായിരുന്നു സ്മൃതി. ഞാനിവിടെ നിലമ്പൂരിലെ വഴിക്കടവ് പഞ്ചായത്തിലൊരു ഉൾഗ്രാമത്തിലാണുള്ളത്. ഇലക്ഷൻ്റെ 1-2 മീറ്റിങ്ങിലാണ്, അതിനിടയിൽ ഓടി വന്നതാണ്. ഇതോടുകൂടി എന്നെ വിടണം പ്ലീസ്. അപ്പോൾ പൊതുസമൂഹം എന്ന് പറയുന്ന ഒരു പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതും ജനങ്ങൾ വിലയിരുത്തില്ല, നമ്മളൊക്കെ വിലയിരുത്തില്ല. ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഒക്കെ ഒരു പൊതു സ്വഭാവം വിലയിരുത്തിയിട്ടാണല്ലോ ചില കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്യാറുള്ളത്. അങ്ങനെ അസസ് ചെയ്യപ്പെടുമ്പോൾ ഇവിടെ എന്താ പറയുക, വിജയൻ IPSനെയും അജിത് കുമാർ IPSനെയും ആളുകൾ തുലനം ചെയ്യുമ്പോൾ പൊതുസമൂഹത്തിൻ്റെ സാമൂഹിക ബോധം ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വിജയൻ്റെ എന്താ പറയുക എട്ടരികത്തേക്ക്, അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയുടെ എട്ടരികത്തേക്ക് എത്താനുള്ള ഒരു സാധ്യതയുമില്ലാത്ത ജനങ്ങൾ പൊതുവായിട്ട് പോലീസിനെ തന്നെ വെറുക്കുന്ന അവസ്ഥയിലേക്ക്, പോലീസിൻ്റെ പൊതുവായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, നമുക്കറിയാം ഏറ്റവും നല്ല പോലീസിങ്ങുള്ള ഒരു പോലീസ് ഓഫീസേഴ്സുള്ള സ്റ്റാഫുള്ള ഒരു പോലീസാണ്. ആ പോലീസിനെ ഈ രീതിയിൽ ക്രിമിനൽ വൽക്കരിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇത്രയും മോശം അഭിപ്രായമുണ്ടാക്കിയ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിട്ടില്ല. അപ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ജനങ്ങളുടെ കോടതിയിലേക്ക് വിടാൻ കഴിയൂ. 1 വർഷം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പാണ്, ഒരു മാസം കഴിഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ പോകാനുണ്ട്. നമുക്ക് നീതി ലഭ്യമാവാത്ത, നേരത്തെ ചോദിച്ചതുപോലെ കേന്ദ്ര ഏജൻസികൾ കൂടി ഇതുമായി സഹകരിച്ച് പോയാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് നമുക്കൊരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ജനങ്ങളുടെ കോടതിയിലേക്ക് വിടുക. ആ ജനങ്ങളുടെ കോടതിയിൽ ഈ കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ ഒരു ആൻസർ, ഒരു തിരിച്ചടി, ഒരു തിരിച്ചറിവ് ഉണ്ടാകുമെന്ന് കണക്കാക്കി നമ്മൾ പറയുന്ന വസ്തുതാപരമായ കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുക എന്ന് അല്ലാതെ ഇന്ന് കേരളത്തിൽ ഒരാൾക്കും മറ്റൊരു പരിധി വിട്ടുള്ള നീതി നമുക്ക് ലഭ്യമാകും. അത് ഗവൺമെൻറ്റിനെതിരെയും ഈ പറയുന്ന ആളുകൾക്കെതിരെയുമാണ് നമ്മളുടെ പരാതിയെങ്കിൽ ജനങ്ങളുടെ സ്ഥിതി, നിജസ്ഥിതി ഇതാണ് അവസ്ഥ എന്ന് പറയാൻ മാത്രമേ ഈ വിഷയത്തിൽ ആ രീതിയിൽ എനിക്ക് അതിനോട് പ്രതികരിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ പത്രക്കാരോട് പറഞ്ഞിരുന്നു ഒറ്റ കാര്യം കൂടി ശ്രീ PV അൻവർ, അപ്പോൾ താങ്കൾ ഇപ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ കാര്യം ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ശരി, അതെ, പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇപ്പോൾ നിലമ്പൂർ കേന്ദ്രീകരിച്ച് താങ്കളുടെ പ്രവർത്തനം തുടരുന്നു ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ ജനം മറുപടി നൽകുമെന്ന് പറയുന്നത് നിലമ്പൂർ വഴി ഒരു മറുപടി നൽകാനുള്ള പ്രവർത്തനം താങ്കൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിലമ്പൂരിൽ ഈ താങ്കൾ ഉദ്ദേശിക്കുന്ന മറുപടി ആയില്ല എങ്കിൽ അത് താങ്കളുടെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്നൊരു വിഷയമാണല്ലോ. നമ്മുടെ വിഷയമല്ല, എന്നാൽ കൂടി. അല്ല, തീർച്ചയായിട്ടും. അതെ, അത് നമുക്ക് അപ്പം ആലോചിക്കാം, ഇതെങ്ങോട്ടാണ് പോകുന്ന ആലോചിക്കാം. ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് കരുതി നമ്മൾ ഇപ്പോഴേ പ്രിപ്പയർഡ് ആണല്ലോ. വി വിൽ വെയിറ്റ് ആൻഡ് സി. ഞാൻ ഒറ്റ കാര്യം, അദ്ദേഹം മറുഭാഗത്ത് ആരാന്ന് എനിക്കറിയില്ല, അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം പരാതി കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ പത്രക്കാരോട് ഞാൻ ഇതുമായി ഇനി അതെ പാർട്ടിയിൽ വിശ്വാസമല്ല കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു, പിന്നെ എന്താ അൻവർ പോകാത്തതെന്ന് ചോദിച്ചു. വളരെ കൃത്യമാണ് ചോദ്യം. അതിലെ ഒരു ലീഗൽ ഒപ്പീനിയൻ നമുക്കന്ന് കിട്ടിയിരുന്നത്, ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കോടതിയിൽ പോയാൽ കോടതി പറയും അന്വേഷണത്തിലാണോ, അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, നിങ്ങളെന്തിനാണ് ധൃതി കൂട്ടുന്നത് എന്നൊരു ലീഗൽ ചോദ്യമായിരിക്കും കോടതിയിൽ നിന്ന് ഉയരുക. അതുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കട്ടെ. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു 1 മാസം കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുമെന്നായിരുന്നു, നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും. ആ റിപ്പോർട്ടാണ് വൈകിച്ച് ഇപ്പോൾ 1 മാസം മുമ്പ് കൊടുത്തത്. അതാണ് അതിൻ്റെ ആ കോടതിയിൽ പോകാതിരിക്കാനുണ്ടായിട്ടുള്ള റീസൺ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്ലീസ് എന്നെ ഒന്ന് വിടണം. ശരി, വളരെ നന്ദി ശ്രീ PV അൻവർ. ഇടവേളയ്ക്ക് ശേഷം ശ്രീ പൊടിപാറയിലേക്ക് എത്താം. ചുരുങ്ങിയ സമയമുള്ളൂ. ശ്രീ ജോർജ് പൊടിപാറ, താങ്കൾ എന്താണ് കരുതുന്നത്? ഇപ്പോൾ DGP സ്ഥാനത്തേക്ക് തടസ്സങ്ങൾ ഒന്നുമില്ലാതെ തന്നെ MR അജിത് കുമാർ എത്തുമെന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? സ്മൃതി, അക്കാര്യത്തിൽ നമുക്ക് ഇപ്പോഴത്തെ ഈ പുതിയ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അത് അത്ര അനായാസമാകൂ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. വേണമെങ്കിൽ ഒരുപക്ഷെ ഈ പുതിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായേക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം,
ഇത്രയേറെ ആരോപണങ്ങൾ എന്തുകൊണ്ടാണ് ഈ MR അജിത് കുമാറിനെതിരെ, അല്ലെ അദ്ദേഹത്തോട് നമുക്കിപ്പോൾ ആർക്കെങ്കിലും മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തിവിരോധമൊന്നുമില്ലല്ലോ, അദ്ദേഹത്തെക്കുറിച്ച് മുൻവിധികളൊന്നുമില്ലായിരുന്നു. നമ്മൾ ഈ MR അജിത് കുമാർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ രാജാവിനേക്കാൾ രാജഭക്തി കാണിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലേക്ക് മാധ്യമങ്ങൾ കാണാൻ തുടങ്ങിയതും ആ രീതിയിൽ അദ്ദേഹത്തിനെതിരെ ചിന്തിക്കാൻ തുടങ്ങിയതും വാർത്തകൾ വരാൻ തുടങ്ങിയതും നമ്മുടെ പാലക്കാട് സംഭവത്തോടു കൂടിയാണ്. സ്മൃതി ഓർക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് അന്ന് സ്വപ്ന സുരേഷിൻ്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടന്നല്ലോ, പാലക്കാട്ടെ വീട്ടിൽ. ആ റെയ്ഡിൻ്റെ സമയത്ത് ശ്രീ MR അജിത് കുമാർ ഏത് രീതിയിലാണ് പ്രവർത്തിച്ചത്, എത്ര ആവേശത്തോടെയാണ് സ്വപ്ന സുരേഷിൻ്റെ വിശ്വസ്തനെ അവിടുന്ന് കസ്റ്റഡിയിലെടുത്തതും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ചിലർ അതിന് സഹായിച്ചതും, ആ ഫോൺ കസ്റ്റഡിയിലെടുത്തതും അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഫോൺ അവരെ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ സഹായിച്ചതുമൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന അന്ന് മുതലാണ് MR അജിത് കുമാർ ഇത്രത്തോളം മാധ്യമ വിചാരണയ്ക്ക് വിധേയനാകുന്നത്. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെ മാധ്യമങ്ങൾ ഇത്ര സൂക്ഷ്മ പരിശോധന നടത്താൻ തുടങ്ങിയതും അന്ന് മുതൽക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ സ്മൃതിക്ക് അത് തിരുത്താവുന്നതാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം. അതായത് 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഇന്ന് സജീവൻ പറഞ്ഞ കാര്യങ്ങളെ ഏറെ വിലമതിക്കുകയാണ്. വളരെ യുക്തിസഹമായിട്ടുള്ള ഒരു വിലയിരുത്തലാണെന്ന് എൻ്റെ സുഹൃത്ത് സജീവൻ നടത്തിയത്. ഒന്ന്, ആദ്യം തന്നെ ജയചന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളെ അദ്ദേഹം വളരെ എത്ര അനായാസമായിട്ടാണ് അതിൻ്റെ മൊനയൊടിച്ചത്. അതായത് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നു, ഇത് DGP കൊടുത്ത ഒരു അന്വേഷണ റിപ്പോർട്ടാണ്, അല്ലാതെ ആരെങ്കിലും കൊടുത്ത റിപ്പോർട്ടൊന്നുമല്ല. ഈ പോലീസ് സേനയുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ തലവൻ അതിൻ്റെ താഴെയുള്ള ഒരു ADGPക്കെതിരെ ഒരു ആരോപണം അല്ലെങ്കിൽ തുല്യ റാങ്കിലുള്ള മറ്റൊരു ഓഫീസർ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തി ആ പരാതി സത്യമാണ്, അദ്ദേഹത്തിനെതിരെ കള്ളമൊഴി കൊടുത്തു എന്ന് തനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റം തടയാനും അദ്ദേഹത്തിൻ്റെ കരിയർ തൊലയ്ക്കാനും വേണ്ടി നടത്തിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് സിവിലായും ക്രിമിനലായും നടപടി എടുക്കാമെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതേ നീതി എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ശ്രീ PG വിജയന് കിട്ടിയില്ല? അദ്ദേഹത്തിനെതിരെ ശ്രീ MR അജിത് കുമാറല്ലേ അദ്ദേഹം ആ കേസിൽ ട്രെയിൻ തീവെപ്പ് കേസിൽ ഈ മാധ്യമങ്ങളെ സഹായിച്ചു എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിൽ ഉടനെ സസ്പെൻഷനിലേക്കൊക്കെ പോയത്? എന്തുകൊണ്ട് വിജയന് ഇത്തരം പരിഗണനകൾ കിട്ടുന്നില്ല? അദ്ദേഹത്തിനെതിരെ ആരോപണം വരുമ്പോഴേക്കും ശിക്ഷാ നടപടി ഉണ്ടാകുന്നു. അതും ചെറിയ ശിക്ഷയല്ല, സസ്പെൻഷൻ അടക്കമുള്ള വലിയ ശിക്ഷ ഉണ്ടാകുന്നു, മാറ്റി നിർത്തപ്പെടുന്നു. നേരെ മറിച്ച് MR അജിത് കുമാറിന് 1 2 3 4 എത്രയോ ആരോപണങ്ങൾ വരുന്നു. വേണമെങ്കിൽ സസ്പെൻഷൻ അപ്പുറത്തേക്ക് പോകാവുന്ന കാര്യങ്ങൾ വരെ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു നടപടി ഉണ്ടാവുന്നില്ല. നമ്മുടെ മുന്നിൽ ഇതുവരെയുള്ള സംഭവങ്ങൾ നൽകിയിരിക്കുന്ന സൂചന. ഇനിയിപ്പോ നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ടാണ് ശ്രീ ജോർജ് പൊടിപ്പാറ. DGP ആയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. ശരി, വളരെ നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ, ശ്രീ PV അൻവർ, ശ്രീ M ജയചന്ദ്രൻ, ഒപ്പം തന്നെ ശ്രീ A സജീവൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.